അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ പറയുന്നു. ഒന്നാമത് പറയുന്നു. രണ്ടാമത് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇപ്പൊ ഇന്ന് രാത്രി പ്രാരംഭമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ രക്ഷാനായകനും വീണ്ടെടുപ്പുകാരനുമായ മഹാപുരോഹിതനായ അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധയോടെ നോക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രാത്രിയിലും ഈ കർത്താവായ യേശുവിനെ ഉയർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആ പ്രഭാഷണ സമയത്തേക്ക് ഞാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കൾ ആയിരിക്കണമെന്ന കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂമിയിൽ അനേക രാജ്യങ്ങളുണ്ട്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൂലോകത്തിലെ ഈ രാജ്യങ്ങൾ മുഴുവൻ ഉള്ള ഈ ഭൂലോകത്തിലെ വ്യത്യസ്തവും പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് നാം ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിശ്ചയമായും സന്ദർശിക്കേണ്ട 10 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം. നമുക്കറിയാം, അവിടുത്തെ പ്രത്യേകത അതൊരു സമാധാനമുള്ള, ലോകത്ത് ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ എന്ന് പറയും. നിശ്ചയമായി നമ്മൾ കണ്ടിരിക്കണം, ഈ രാജ്യം പോയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പാരീസാണ്. ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പാരീസാണ്. ആ സ്ഥലം നിശ്ചയമായി നാം കണ്ടിരിക്കണമെന്നാണ് അതെ ലോകത്തിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ടൂറിസ്റ്റുകൾ പറയുന്നത്, അതുപോലുള്ള റിസർച്ച് സംഘടനകൾ പറയുന്നത് നാം തീർച്ചയായും കണ്ടിരിക്കേണ്ട രാജ്യമാണ്. മൂന്നാമത് മാച്ചു പിച്ചു എന്ന് പറയുന്ന പെറുവിലെ പർവ്വത നിരകളിലുള്ള പുരാതന നഗരമുണ്ട്. വളരെ മനോഹരമാണ്. അതെല്ലാം നിശ്ചയമായും കണ്ടിരിക്കേണ്ട മൂന്നാമത്തെ സ്ഥലമാണ്. 4 ടോക്കിയോ എന്ന് പറയുന്ന ജപ്പാന്റെ തലസ്ഥാനമായ സിറ്റി. അതിന് പ്രത്യേകത അത്യാധുനിക നഗരജീവിതവും പൗരാണിക ആചാരങ്ങളും നിറഞ്ഞ വ്യത്യസ്തമായ ഒരു പട്ടണമാണ് ടോക്കിയോ എന്ന് പറയുന്നത്. ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ നിശ്ചയമായും കാണേണ്ട ഒരു സ്ഥലമാണ് ടോക്കിയോ എന്ന് പറയുന്നത്. 5ാമത് സ്വിറ്റ്സർലൻഡ് ആണ്. മഞ്ഞു പുതച്ച മലനിരകളുള്ള ഭംഗിയുള്ള, കാശ്മീരിനേക്കാൾ മനോഹരമായ സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അവിടെയും നിശ്ചയമായും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ കാണേണ്ട സ്ഥലമാണെന്നാണ് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത്. 6ാമത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലുള്ള ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്നറിയപ്പെടുന്ന കേരളമാണ്. കേരളം നിശ്ചയമായി നാം കണ്ടിരിക്കേണ്ട രാജ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ നിലകളുള്ള സംസ്ഥാനമാണ്. ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. 7ാമത് സാന്റോറിനി എന്ന് പറയുന്ന ഗ്രീസിലെ നീല കടലുപോലെ വെളുത്ത കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. മസായി മാര എന്ന് പറയുന്ന കെനിയയിലെ വന്യജീവികളുടെ തനതായ ആവാസ വ്യവസ്ഥയാണ്. ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. 9ാമത് ഇസ്താംബുൾ എന്ന് പറയുന്ന ടർക്കിയിലെ ആ സിറ്റി ഏഷ്യയും യൂറോപ്പിന്റെയും സമാഗമന പട്ടണം എന്നറിയപ്പെടുന്ന ആ സ്ഥലം തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അവസാനത്തേത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന ആസ്ട്രേലിയയിലെ ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശേഖരം ഉള്ള സ്ഥലമാണ്. ഈ 10 സ്ഥലവും നാം തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എന്നാൽ അതിന് ധനമാഹാത്മ്യം ആവശ്യമാണ്. പണമില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല, ധനമില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നിശ്ചയമായും കഴിച്ചിരിക്കേണ്ട 10 ഡിഷസ് ഉണ്ട് ലോകത്ത്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നിശ്ചയമായും കഴിച്ചിരിക്കേണ്ടതെന്നാണ് ലോകം നമ്മോട് പറയുന്നത്. എന്തിനാണ് ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞത്? ഞാനൊരു പ്രത്യേക കാര്യം പറയുവാനാണ് ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.
ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നമുക്ക് മുമ്പേ ജീവിച്ചവരും ഇനിയും ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നവരും കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ജാതി മതഭേദമന്യേ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതും കാണേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ലോകത്തിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും, എന്തൊക്കെ കണ്ടാലും, എന്തൊക്കെ രുചിച്ചാലും, എന്തൊക്കെ നേടിയാലും യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ നേടുന്നില്ലെങ്കിൽ അതെല്ലാം പരാജയമാണെന്ന് പറയുവാനാണ് ഇന്ന് രാത്രി ഞാനത് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ള വ്യക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് മഹത്വമുള്ള വ്യക്തിയാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ദൈവമക്കളെ. ഈ ദൈവജനം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. പാപികളായിരുന്നു നമ്മെ, ദ്രോഹികളായിരുന്നു നമ്മെ എല്ലാവരും തള്ളിക്കളഞ്ഞ നമ്മെ, എല്ലാവരും ഉപേക്ഷിച്ച നമ്മെ, ഹല്ലേലൂയ, നമ്മുടെ പാപച്ചുഴിയിലേക്ക് ഇറങ്ങി വന്നു. ആ പരിശുദ്ധ കരം നീട്ടി നമ്മെ ആ പാപച്ചുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമുക്ക് ബലം നൽകി, നമുക്ക് ബഹുമാനം നൽകി, നമുക്ക് കൃപ നൽകി, നമുക്ക് സമ്പത്ത് നൽകി, നമുക്ക് വിദ്യാഭ്യാസം നൽകി, നമുക്ക് ബഹുമാനം നൽകി. അതിവിദൂര ഭാവിയിൽ കർത്താവിനോടുകൂടെ ഇരിക്കത്തക്കവണ്ണമുള്ള രക്ഷ നൽകി നമ്മെ വീണ്ടെടുത്ത ഈ കർത്താവിനെ ഓർത്ത് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം, 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 സ്തോത്രം. എന്തുകൊണ്ടാണ് യേശുവിനെ അറിയണമെന്നും യേശുവിനെ കാണണമെന്നും ഞാൻ പറയുവാനുള്ള കാരണം? ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, നമുക്ക് സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകനായ പുത്രനാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശുവിനെ നാം കാണണം, അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറയാം, നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് അല്ലെങ്കിൽ മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു വാഞ്ചയാണ് ദൈവത്തെ കാണണമെന്നുള്ളത്. നമ്മൾ ദൈവത്തെ കാണുന്നുണ്ട്, വിശ്വാസത്താലാണ് കാണുന്നത്. പക്ഷെ മുഖാമുഖമായി കണ്ടിട്ടില്ല. ഒരിക്കൽ നമ്മൾ കാണും, അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് ചോദിച്ചാൽ, ഒരു ദിവസം യേശുവിനെ ഞാൻ മുഖാമുഖമായി കാണുമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ കൊണ്ടാണ് ഇന്ന് രാത്രി നാം കർത്താവിന് വേണ്ടി ഈ കഷ്ടങ്ങൾ സഹിച്ച്, അപമാനങ്ങൾ സഹിച്ച്, വേദനകൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച് വിശ്വാസത്തിൽ നിൽക്കുന്നത്. യേശുവിനെ കാണാമെന്നുള്ള പ്രത്യാശയാണ്. ഇപ്പൊ മനുഷ്യർക്കെല്ലാം ദൈവത്തെ കാണണമെന്നുള്ള വലിയ ഒരു ആഗ്രഹമുണ്ടായി. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിയാത്തത്? വായിക്കാം നമുക്ക് 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായം 15-16 വാക്യം വായിക്കുമ്പോൾ അവിടെ ആ മഹത്വമുള്ള ദൈവത്തിന്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മുഖാമുഖമായി കാണുവാൻ കഴിയാത്തത്. വായിക്കാം നമുക്ക് 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായം 15-16 വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു എന്തുകൊണ്ടാണെന്ന് കാണുവാൻ കഴിയും. വായിക്കാം. രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇവിടെ പറയുന്നത് ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും.
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും. രണ്ടുപേരെ കണ്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആദം, രണ്ട് ഹവ്വ. പിന്നെ ആരും കണ്ടിട്ടില്ല. കാരണം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഇവിടെ പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. അവൻ തേജോമയനാണ്. ദൈവത്തെ കുറിച്ച് ഒരു വലിയ തിയോളജിയൻ, ഒരു വലിയ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്. ഇപ്രകാരമാണ്: ദൈവം എന്ന് പറയുന്ന അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനുമായി ജ്ഞാനം, ശക്തി, വിശുദ്ധി, നീതി, നന്മ, സത്യം എന്ന സത്തയോടുകൂടി ആത്മാവാകുന്നു ദൈവം. എത്ര ശരിയായ പദപ്രയോഗമാണ്! എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? ആദം ഹവ്വ ദമ്പതിമാർ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയതുകൊണ്ട് ദൈവമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് പാപം അവരെ ദൈവത്തിൽ അകറ്റിക്കളഞ്ഞതുകൊണ്ട് ആദാമിലൂടെ കടന്നു വരുന്ന എല്ലാ വംശപാരമ്പര്യങ്ങളും പാപത്തിന്റെ അധീനതയിൽ ആക്കപ്പെട്ടതുകൊണ്ട് ദൈവമായവർ കണ്ടുമുട്ടാൻ കഴിയത്തില്ല. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിനക്കെന്നെ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, അതേ, പ്രൈസ് ദി ലോർഡ്, അവനെ മുഖാമുഖമായി കാണുവാൻ കഴിഞ്ഞില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. വിശുദ്ധിയോടെ ഈ ലോകത്ത് കർത്താവിന് വേണ്ടി ആര് നിൽക്കുമോ? ആര് നല്ല പോർപ്പൊരുതി ഓട്ടം മികച്ച വിശ്വാസം കാത്ത് കർത്താവിന് വേണ്ടി നിൽക്കുമോ? അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, മേഘ പ്രത്യക്ഷതയിൽ അവനെ കാണുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട മുഖവുമായി, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി നാം അവനെ എടുക്കപ്പെട്ട് അവനെ മുഖാമുഖമായി കാണുമെന്ന് പറയുകയാണ്. ദൈവമക്കളെ, ഈ പ്രത്യാശ എത്ര വലുതാണ്! ഈ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തെ കാണാൻ കഴിയാത്തത്? വചനം വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ കാരണം പാപമാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയത് അകൃത്യമത്രേ എന്നാണ് പറയുന്നത്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളഞ്ഞത് അകൃത്യമത്രേ, പാപമത്രേ. ഇപ്പോൾ നമ്മുടെ ആത്മാവിനാണ് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ദേഹിക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ല, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ശരീരത്തിന് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് തേജസ്കരണമാണ്. ആ തേജസ്കരണത്തിലേക്ക് നമുക്ക് വരുമ്പോൾ മുഖാമുഖമായി കാണാനുള്ള അവസരം ദൈവം ഒരുക്കാൻ പോവുകയാണ്. ഈ മഹത്വകരമായ പ്രത്യക്ഷതയ്ക്കായി ഹല്ലേലൂയ കർത്താവേ, അതിനായി എന്നെ ഹല്ലേലൂയ ഒരുക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഇവിടെ പറയുന്നു, എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ കാണുവാൻ കഴിയാത്തത്? പാപമത്രേ ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ മനുഷ്യ ശരീരത്ത് തുല്യമായ ശരീരത്തോടുകൂടെ ഈ ലോകത്തിലെ കർത്താവ് അയച്ചെന്ന് കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ കർത്താവ് വന്ന് ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും തന്റെ പ്രഭാഷണങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ, ദാനങ്ങളിലൂടെ, വിടുതലിലൂടെ, രക്ഷയിലൂടെ അവൻ വെളിപ്പെടുത്തുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ശമരിയ സ്ത്രീക്ക് നമുക്കറിയാം, ശമരിയ സ്ത്രീ എന്ന് പറയുന്നത് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. സാധാരണ ഒരു ഗുരുക്കന്മാരും ഇങ്ങനെയുള്ള സ്ത്രീയുടെ അടുക്കൽ അവൾക്കൊരു സഹായം ചെയ്യുവാൻ പോകുന്നത് പതിവില്ല എന്ന് ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ ശമരിയ സ്ത്രീയെ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് കർത്താവ് അവിടെ കാത്തു നിൽക്കുകയാണ്. അവൾ വരുമ്പോൾ അവളോട് സംഭാഷിക്കുകയാണ് കർത്താവ്. ദാഹിച്ചു വലഞ്ഞ കർത്താവ് ചോദിക്കുന്നു, എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, യഹൂദനുമായിട്ട് എനിക്ക് വലിയ സമ്പർക്കമൊന്നുമില്ല,
ഞങ്ങൾക്ക് വലിയ സമ്പർക്കമൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം എങ്ങനെ കുടിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഹല്ലേലൂയ, അതെ, ഞാൻ ജീവനുള്ള വെള്ളം തരുന്നവനാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം, ഹല്ലേലൂയ, അതെ, ജീവൻ കൊടുക്കുന്ന വെള്ളമാണ്, ജീവനുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു, ഹല്ലേലൂയ, തൻ ജീവൻ ഉള്ള വെള്ളം കൊടുക്കുവാൻ കഴിയുന്നവനാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത് യേശുവിനെ യഹൂദനായി വെളിപ്പെടുത്തുന്നു, രണ്ടാമത് ജീവനുള്ള വെള്ളം കൊടുക്കുന്നവനായി വെളിപ്പെടുത്തുന്നു, മൂന്നാമത് അവിടെ കുറവുകളെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകനായി വെളിപ്പെടുകയാണ്. ആരാധനയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവനെ ദൈവമായി വെളിപ്പെടുത്തുകയാണ്. നോക്കണമേ, ആർക്കാമറിയാമോ? ആരും ഗൗനിക്കാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞ ഈ സ്ത്രീക്ക് വേണ്ടി മഹോന്നതനായ ദൈവത്തിന്റെ വൃത്തം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിനക്ക് വേണ്ടി നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വെടിവിപ്പാൻ, നിന്റെ വിഷയത്തിന് ഉദ്ധാരണം നൽകുവാൻ ഇന്ന് രാത്രി കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അവൻ നിന്നെ ഉദ്ധരിപ്പാൻ കഴിവുള്ളവനാണെന്ന് രാത്രി മറന്നു പോകരുത്. അപ്പോൾ പാപമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയത്. ഈ പാപത്തിന്റെ പ്രത്യേകത, പാപത്തിന്റെ പരിണതഫലം എന്ന് പറയുന്നത്, പാപം ആത്മീയ മരണം ഉണ്ടാക്കി. അതായത് ആത്മാവാം ദൈവവുമായുള്ള അവരുടെ ആത്മാവ് കൊണ്ടുള്ള ബന്ധം വേർപെട്ടുപോയി. ആത്മാവാകുന്ന ദൈവവുമായുള്ള അവരുടെ ആത്മാവിലുള്ള ബന്ധം വിട്ടുപോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപം ആത്മീയ മരണം മാത്രമല്ല, അത് മനുഷ്യനെ കുറ്റബോധത്തിലേക്കും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും അകൽച്ചയിലേക്കും ശാരീരിക മരണത്തിലേക്കും ഭയവും കുറ്റബോധവും ഉണ്ടാകുന്ന തരത്തിലേക്കും ഈ ആത്മീയ മരണം മനുഷ്യനെ കൊണ്ടെത്തിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കെല്ലാവർക്കറിയാം, 1912 ഏപ്രിൽ മാസം 14 തീയതി അർദ്ധരാത്രിയിൽ സദാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ലോകോത്തര കപ്പലുണ്ടായിരുന്നു. ആർക്കും തകർക്കാൻ കഴിയാത്ത കപ്പലെന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 4-ാം ദിവസം ഒരു വലിയ മഞ്ഞുകട്ടയിലിടിച്ച്, പർവ്വതം പോലെയുള്ള മഞ്ഞുകട്ടയിലിടിച്ച് ആ കപ്പൽ നടുവേ രണ്ടായി പിളർന്നു പോയെന്ന് കാണുവാൻ കഴിയുന്നു. എങ്ങനെയാണ് ആ കപ്പൽ മുങ്ങിപ്പോയെന്നറിയാമോ? ആ കപ്പലിനകത്ത് ഏതാണ്ട് 16ഓളം അറകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേക 5 അറകൾ ഉണ്ടായിരുന്നു. എത്ര വെള്ളം കയറിയാലും മുങ്ങിപ്പോകാൻ കഴിയാത്ത ഈ 5 അറകളിനെ വിളിച്ചിരുന്ന പേര് വാട്ടർ ടെയിൽ ബൾക്ക് ഹെഡുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ 5 അറയിലേക്ക് ഈ മഞ്ഞുമല വന്നിടിച്ച് ഈ 5 അറകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കപ്പലിന് ഭാരം താങ്ങാൻ കഴിയാതെ അതിന്റെ നടുവ് രണ്ടായിട്ടൊടിഞ്ഞ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയതുപോലെ ഈ പാപം മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ ആത്മാവിനും ശരീരത്തിനും അവന്റെ മനസ്സിനും അവന്റെ ഹൃദയത്തിനും അവന്റെ മനസ്സിനുമെല്ലാം വലിയ ക്ഷേതം വരുത്തിയെന്ന് കാണുവാൻ കഴിയുന്നു. ആ കപ്പൽ തകർന്നതുപോലെ പാപം നമ്മെ തകർത്തു കളഞ്ഞെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയാത്തത്. പക്ഷെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയും, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു വാഞ്ചയാണ് ദൈവത്തെ കാണണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ നിയോഗവുമായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നെന്ന് കാണുവാൻ വായിക്കാം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
അവിടെ കൊടുത്തിട്ടുണ്ട്. യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ചരിത്ര ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിക്കാം നമുക്ക്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. അതിന്റെ 12 മുതൽ വായിക്കാം. 12 മുതൽ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു. വചനം ദൈവമായിരുന്നു, ജഡമായി തീർന്നു. ജഡമെടുത്ത് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മടിയിലിരുന്ന യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്? ഒന്നാമത് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നെന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ശ്രദ്ധയോടെ നോക്കണമെന്ന് ഇന്ന് രാത്രി നിങ്ങളുമായി ഞാൻ ഈ ദൈവവചനം പങ്കുവെക്കുകയാണ്. രണ്ടാമതായി എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തേക്ക് വന്നത്? ഒന്നാമതായി വന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. തന്റെ സ്നേഹത്തിലൂടെ, തന്റെ അത്ഭുത പ്രവർത്തികളിലൂടെ, തന്റെ കരുണയിലൂടെ, തന്റെ കരുതലിലൂടെ യേശു ക്രിസ്തു പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് കാണുവാൻ കഴിയും. ഈ രണ്ടാമത്തെ ചിന്ത, എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു? രണ്ടാമത്തെ ചിന്ത, നമുക്ക് പകരമായി മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ച് നമ്മെ വീണ്ടെടുക്കുവാനാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. തിമോഥെയോസിന് 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ പാപം രക്ഷിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. മത്തായി 1:21 വായിക്കുമ്പോൾ അവിടെ ഒരു മകനെ പ്രസവിക്കും, അവൻ അവരുടെ പാപങ്ങൾ വിടുവിക്കാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 28-31 വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സഭം പറയുകയാണിതാ, ലോകത്തിന്റെ പാപത്തെ ചുമന്ന് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ യേശു രക്ഷകനാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടുക്കുന്നവനാണെന്ന് അവിടെ കാണിച്ചു കൊടുക്കുന്നു കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-27 വാക്യം വായിക്കുമ്പോൾ അനേകരുടെ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന യേശു രക്തത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 2:23 വായിക്കുമ്പോൾ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ അടിപ്പിണലാൽ സൗഖ്യം അവന്റെ അടിപ്പിണലാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെയും യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് പാപിയായി മരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ വീണ്ടെടുക്കുവാനായി വന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നത്. വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. മതി. ഇവിടെ പറയുന്നത് പശുക്കിടാങ്ങളുടെയും മറ്റു രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് നൽകി തന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പകരമായി മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി മരിച്ച്
ആ രക്തം ഒഴുക്കി നമ്മുടെ പാപങ്ങൾ വിടിവിപ്പാനാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ആ വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14 മുതൽ വായിക്കാം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. പ്രവചനം പറയുകയാണ്, മക്കൾ, അതായത് മനുഷ്യർ എന്താണ്, ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധയോടെ നോക്കണമെന്ന് വചനം പറയുന്നു. വെറുതെ നോക്കിയാൽ പോരാ കേട്ടോ, യേശുവിനെ വ്യക്തമായി നോക്കണം. ഇന്ന് രാത്രി ആരെങ്കിലും ഈ യേശുവിനെ വേണ്ട, ഞാൻ മറ്റേ ആരെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ദൈവമക്കളെ, ഒന്നും ലഭിക്കത്തില്ല. മന്ത്രിമാരെ നോക്കി ഒന്നും ലഭിക്കത്തില്ല, അധികാരികളെ നോക്കി ഒന്നും ലഭിക്കത്തില്ല, കഴിവുള്ളവരെ നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല, ശ്രേഷ്ഠന്മാരെ നോക്കിയാൽ ഒന്നും ലഭിക്കത്തില്ല. എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ചില വിഷയങ്ങളുമായി, ചില വേദനകളുമായി വചനത്തിന് മുമ്പാകിരിക്കുന്ന പ്രിയ താങ്കളോടുള്ള ദൈവത്തിന്റെ ആലോചന പറയുകയാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഇന്ന് രാത്രി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ വിടുവിക്കാൻ ഒരു കാര്യം ഇന്ന് രാത്രിയുണ്ട്. നിന്റെ തലമുറ വിഷയത്തിന്മേൽ പരിഹരിക്കുന്ന ഒരു കാര്യം ഇന്ന് രാത്രിയുണ്ട്. അവൻ നിന്റെ പാപങ്ങൾ വിടുവിപ്പാൻ കഴിവുള്ളവനാണ്. മറന്നു പോകരുത്. ആ യേശുവിനെ നീ ശ്രദ്ധയോടെ നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളെല്ലാം കാണുവാൻ കഴിയുന്നത്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, അത് ഞാൻ പറഞ്ഞു, ദൈവത്തെ വെളിപ്പെടുത്താനാണ്. തീരുന്നില്ല. നാം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വിടുവിക്കപ്പെട്ടത് നമ്മുടെ പാപം നമ്മളിൽ നിന്നും പൂർണ്ണമായി ക്ഷമിച്ചു മാറ്റിയത് കൊണ്ടല്ല, യേശു അത് ഏറ്റെടുത്തത് കൊണ്ടാ. നമുക്ക് പകരമായി മരിച്ചത് കൊണ്ടാ. 2026 വർഷങ്ങൾക്ക് മുമ്പ് മഹോനായ ദൈവത്തിന്റെ പുത്രൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് 33 വയസ്സിൽ പൊന്തിയാസ് പീലാത്തോസിന്റെ അരമനയിൽ വിധിക്കപ്പെട്ട് ഒരു ശിക്ഷയും ചെയ്യാത്ത യേശു അതാ ക്രൂസിൽ പിടഞ്ഞു മരിക്കുകയാണ്. ആർക്ക് വേണ്ടെന്നറിയാമോ? എനിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. രാത്രി മുഴുവനും അവനെ അടിച്ച് ഉഴവുചാറ് പോലെ പുറം കീറിയവനായി ആ കുരിശുമായി മുൻകൂട്ട് കടന്നു പോകുവാൻ കഴിയാതെ വീണ്ടും എഴുന്നേറ്റും പോകുന്ന യേശുവിന്റെ രംഗം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകട്ടെ. എന്തിനെന്നറിയാമോ? നമ്മുടെ ശിക്ഷയായിരുന്നു, നമ്മുടെ ശിക്ഷയായിരുന്നു. ഇന്ന് രാത്രി ആ യേശുവിനെ നീ ശ്രദ്ധയോടെ നോക്കണം. പ്രിയ സഹോദര, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിചാരിച്ച് യേശു വേണ്ട എന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഹല്ലേലൂയ. 2ാമത് വായിച്ച വാക്യമുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നിൽക്കുന്നത് കൊണ്ട്. ആ സാക്ഷികൾ ആരാന്നറിയാമോ? യേശുവിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത്, യേശുവിന് വേണ്ടി നിന്നയേറ്റവരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത്, യേശുവിന് വേണ്ടി അപമാനിക്കപ്പെട്ടവരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത്, യേശുവിന് വേണ്ടി നഷ്ടം വന്നവരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത്. എത്രയെത്ര അപ്പോസ്തലന്മാർ, എത്രയെത്ര ദൈവദാസന്മാർ, എത്രയെത്ര കർത്താവിന്റെ ദാസിമാർ, എത്രയെത്ര പ്രിയപ്പെട്ടവർ അഗ്നിക്കിരയായി, എത്രയെത്ര പ്രിയപ്പെട്ടവർ പീഡനങ്ങൾ സഹിച്ചു യേശുവിന് വേണ്ടി. ഇന്ന് രാത്രി നീ ഒരു ചെറിയ വേദന സഹിച്ചാൽ ഭാരപ്പെടണ്ട. നിന്നെ വിടുവിപ്പാൻ ഇന്ന് രാത്രി കഴിവുള്ളവനായ കർത്താവ് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ വായിച്ച വചനങ്ങളെല്ലാം യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾ വിടുവിപ്പാനായി കർത്താവ് ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും, കർത്താവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ അനേകം പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങളെ വിടുവിക്കാം, ഇതാണ് രക്ഷാമാർഗം, ഇതാണ് ശരിയായ മാർഗം, കർമ്മമാർഗമാണ്.
ജ്ഞാനമാർഗമാണ്, പുതിയ മാർഗമാണ്. അനേകർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് യേശു മാത്രം രക്ഷിക്കുന്നു? അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവമക്കളെ. അതൊന്ന് പറയട്ടെ. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവൻ യേശു മാത്രമേ ഉള്ളെന്ന് പറയാൻ കാരണം, യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ, മറ്റാർക്കും യോഗ്യതയില്ല. ഞാൻ പറയട്ടെ, ഒന്ന്, രക്ഷിക്കുന്നവൻ പാപപരിഹാരകനായിരിക്കണം. അത് യേശു മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 69-ാം വാക്യത്തിൽ യേശു പറഞ്ഞില്ലേ, നിങ്ങളാർ എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുമെന്ന്. എബ്രായത്തിൽ പറഞ്ഞിട്ടില്ലേ, നിർമ്മലൻ, പാപിയോട് വേറിട്ടവൻ, പരിശുദ്ധൻ, ഒരു ദോഷവും ചെയ്യാത്തവൻ, പാപമൊഴിക സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. പിലാത്തോസ് പറഞ്ഞില്ലേ, പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞില്ലേ, ഇവൻ നീതിമാനായിരുന്നുവെന്ന്. ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ശതാധിപൻ പറഞ്ഞില്ലേ, ഇവൻ പാപം ചെയ്തിട്ടില്ല എന്ന്. ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞില്ലേ, ഇവൻ പാപം ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെങ്കിൽ അതേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവൻ ഒന്ന് പാപരഹിതനായിരിക്കണം. അത് നമ്മുടെ കർത്താവിൽ മാത്രമേ ഉള്ളൂ. യേശു ജനിച്ചത് പാപരഹിതനായിട്ടാ, ജീവിച്ചത് പാപരഹിതനായിട്ടാ, മരിച്ചത് പാപരഹിതനായിട്ടാ, ഉയർത്തെഴുന്നേറ്റത് പാപരഹിതനായിട്ടാണ്. അപ്പോൾ രക്ഷിക്കണമെങ്കിൽ യോഗ്യതയുണ്ട്. പാപങ്ങൾ രക്ഷിപ്പാൻ കഴിയുന്ന യോഗ്യത എന്ന് പറയുന്ന പാപരഹിതനായിരിക്കണം. 2, രക്ഷിപ്പാൻ ശക്തനായിരിക്കണം. വായിക്കാം നമുക്ക് എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. 2ാമത്തെ യോഗ്യത, രക്ഷിപ്പാൻ ശക്തനായിരിക്കണം. വെറുതെ പോരാ. അത് എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. കണ്ടോ, രക്ഷിക്കണമെങ്കിൽ അവൻ ശക്തനായിരിക്കണം. വചനം പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. നമ്മുടെ യേശു മാത്രമേ രക്ഷിപ്പാൻ പ്രാപ്തനുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആരെങ്കിലും നിന്നോട് പറയുകയാണ്, വേറെ പലരും രക്ഷിപ്പാനുണ്ട് കേട്ടോ, പോകരുതേ. കാരണം യോഗ്യതയില്ല. സ്വന്തമായി അവർക്ക് തന്നെ അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. പിന്നെ അവരെ രക്ഷിക്കുമ്പോൾ ഇരിക്കുക, പോകരുത്. 3ാമത്തത്, രക്ഷിപ്പാൻ മനസ്സുണ്ടായിരിക്കണം. ഫിലിപ്പിയർ പറയുന്നു, 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോണം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ രക്ഷിപ്പാൻ മനസ്സുള്ളവനായി യേശു ക്രിസ്തു മാറി എന്ന് കാണുവാൻ കഴിയും. 4, രക്ഷിക്കണമെങ്കിൽ പൂർണ്ണമായി മനുഷ്യനായിരിക്കണമെന്ന് കാണുവാൻ കഴിയുന്നു. എബ്രായർ 2:14 വായിച്ചു, മക്കൾ ജഡരക്തമുണ്ടാകിക്കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തം കൂടിയവനായി മനുഷ്യനെ പോലെ. എന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. യേശുവിന്റെ ശരീരം മാനുഷിക ശരീരമായിരുന്നെങ്കിലും ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട ശരീരമല്ല. എബ്രായർ 9-ാം അധ്യായം 11-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വിലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ. കാരണം പാപരഹിതമായ ശരീരമായിരുന്നു. ഈ ഭൂമിയും അതിന്റെ എല്ലാ മണ്ഡലങ്ങളും പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായി മനുഷ്യൻ തന്നെ ആയിരുന്നു. യേശു ഭക്ഷിച്ചു, യേശു കരഞ്ഞു, യേശു ഉറങ്ങി, യേശു ദുഃഖിച്ചു. ഇതെല്ലാം മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ പൂർണ്ണമായി മനുഷ്യനായിരുന്നെന്ന് കാണുവാൻ കഴിയുന്നു. 5ാമത്തെ യോഗ്യത, പൂർണ്ണമായി ദൈവമായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യം വായിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിച്ചതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൃഢം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു എന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന യോഗ്യത, 5ാമത്തെ യോഗ്യത ദൈവമായിരിക്കണം എന്നുള്ളതാണ്. യേശു പൂർണ്ണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. 6ാമത്തത്,
രക്ഷകൻ നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തിരിക്കണം. നമ്മെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തിരിക്കണം. യേശു നമ്മെ രക്ഷിപ്പാൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തെന്ന് കാണുവാൻ കഴിയുന്നു. അവൻ വിധിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ക്രൂശ് ചുമക്കപ്പെട്ടു. ദൈവജനം പറയുന്ന പോലെ എബ്രാഹിം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷകനെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. അതിപ്രകാരമാണ് സകലത്തിലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കേണ്ടത് യുക്തമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാ ഇവിടെ പറയുന്നത് രക്ഷകൻ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തവനാണ്, മരണം വരിച്ചവനാണ്, അപമാനമേറ്റവനാണ്, പാപത്തിന്റെ സകല ഭാരങ്ങളും പാപത്തിന്റെ പാനപാത്രം തന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തവനാണ്. 7, രക്ഷകൻ പാപശിക്ഷ ഏറ്റെടുക്കുന്നവനായിരിക്കണം. ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ പാപശിക്ഷ ഏറ്റെടുത്തത് നമ്മുടെ താഴ്ത്തപ്പെട്ട കർത്താവാണെന്ന് കാണുവാൻ കഴിയുന്നു. 8, രക്ഷകൻ എല്ലാവർക്കും രക്ഷയിലേക്ക് വളരുവാൻ ശരിയായ വഴി ഒരുക്കുന്നവനായിരിക്കണം. ഈ 8 ഗുണങ്ങളുള്ള 8 ഗുണങ്ങളുള്ള ഒരുവൻ ഒരു ചിന്തയിലും കാണുവാൻ കഴിയത്തില്ല. അത് കാണുവാൻ കഴിയുന്നത് ഒരിടത്ത് മാത്രമാണ്. നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശു അത് രക്ഷിപ്പാൻ യോഗ്യനെന്ന് പറയുന്നത്. നീ ശ്രദ്ധയോടെ നോക്കണം എന്റെ സ്നേഹിത, പ്രിയ സ്നേഹിതേ. യേശു മാത്രമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവനുള്ളൂ. നമ്മുടെ വിശ്വാസം തെറ്റല്ല, നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി. 8 പരം ഗുണങ്ങളുള്ള ഒരുവനൊന്നും കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധയോടെ നോക്കണം. അവസാനത്തെ ചിന്ത പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ യേശു നമ്മെ വിടുവിക്കുന്ന വിധങ്ങൾ വ്യത്യസ്തമാണ്. യേശുവിലൂടെ രക്ഷ നൽകുന്ന വിടുതൽ 1, നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുന്നു, ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്നു, നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, കുറ്റബോധത്തിൽ വിടുവിക്കുന്നു, ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്നു, സാത്താന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുന്നു, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, പോരാട്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സകല വിഷയത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ്, യോഗ്യതയുള്ള കർത്താവ്, വീണ്ടെടുപ്പുകാരനായ കർത്താവ് യേശുക്രിസ്തു മാത്രമായതിനാൽ കരങ്ങൾ ഉയർത്തി അല്പസമയം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അവൻ മാത്രമേ യോഗ്യതയുള്ളൂ, അവന് മാത്രമേ യോഗ്യതയുള്ളൂ. ഒരുവരെയും കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി തുള്ളിച്ചാടി ആരാധിക്കേണ്ട രാത്രിയാ. കാരണം ഇതുപോലെ യോഗ്യതയുള്ളവർ ഒരുവനെ കാണുവാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ലോകരാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ആർക്കെങ്കിലും നമ്മെ വിടുവിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ആശയത്തെ നമ്മളെ വിടുവിക്കാൻ കഴിയുമോ? ഏതെങ്കിലും തത്വജ്ഞാനത്തെ വിടുവിക്കാൻ കഴിയുമോ? ഒന്നിനും കഴിയത്തില്ല. എല്ലാം പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെടാത്തതൊന്നുണ്ട്, നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ് ഇന്നും അജയനായി നിലനിൽക്കുന്നു. ലോകത്തിന്റെ ആരാധന പാത്രമായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ. എന്നെ ദൈവജനമേ, ഇന്ന് രാത്രി നീ ഭാരത്തോടെ മടങ്ങിപ്പോകരുത്. യേശുവിനെ നീ ശ്രദ്ധയോടെ നോക്കണം, യേശുവിനെ നീ മുറുകെ പിടിക്കണമെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്. അടുത്ത ചിന്തയുടെ പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ യേശുവിനെ ശ്രദ്ധയോടെ നോക്കണമെന്ന് പറയാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ഈ യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. എന്തൊക്കെയായിരുന്നു പിശാചിന്റെ പ്രവൃത്തികൾ? നാശവും മരണവും വരുത്തുക, അന്ധതയുണ്ടാക്കുക, പരീക്ഷ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക,
ഉപായത്താൽ തെറ്റിച്ചു കളയുക, തിന്മയിലേക്ക് സ്വാധീനിക്കുക, അടിമയാക്കുക. ഗദർ ദേശത്തെ ഭൂതഗ്രസ്തനെ അടിമയാക്കിയത് ഈ സാത്താനിക ശക്തിയാണ്. ആദം ഹവ്വ ദമ്പതിമാരെ പരീക്ഷിച്ച ഉപായത്തിൽ തെറ്റിച്ചു കളഞ്ഞത് ഈ അന്ധകാര ശക്തിയാണ്. ദാവീദിനെ തിന്മയിലേക്ക് നയിച്ചത് ഈ അന്ധകാര ശക്തിയാണ്. ഇന്ന് രാത്രിയിലും നിന്നെ തകർക്കുവാൻ പലപ്പോഴും തക്കം പാർത്തിരിക്കുന്ന ശക്തിയാണ് ഈ അന്ധകാര ശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ്, മാറത്ത് പൊൻക കെട്ടിയവനായ ഒരു കർത്താവ്, വെള്ളോണ് സദൃശമായ കാലുകളോട് കൂടിയവനായ ഒരു കർത്താവ്, അഗ്നിജ്വാലക്കത്തെ കണ്ണോട് കൂടിയ ഒരു കർത്താവ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി വെളിപ്പെട്ടെന്ന് കാണുവാൻ കഴിയുന്നു. എങ്ങനെയാണ് യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചത്? ക്രൂശ് മരണത്തിലൂടെ പാപപരിഹാരം വരുത്തി തന്റെ രക്തം വീണ്ടെടുപ്പ് ബലിയായി കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്ത് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് വചനം പറയുന്നത്. തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കൊടുത്തിരുന്ന ഒരു പദമുണ്ട്. പ്രകാരമാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യമാണ്. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും അറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ പറയുന്ന ഒരു ദൂതുണ്ട്. അവിടെ ആ വേദഭാഗത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിടിയാനുള്ള ആശ ഇന്നതൊന്നും അവന്റെ മഹിമാധനം ഇന്നതൊന്നും നിങ്ങൾ അറിയണമെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. വാക്യമുണ്ട്, വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത് ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഒന്നുകൂടെ പറയുന്നത്, ദൈവത്തെ അറിയുവാൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് തരേണ്ടതിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവന്റെ വിളിയാനുള്ള ആശ ഇന്ന് നിങ്ങൾ അറിയണമെന്ന് രണ്ടാമത് പറയുന്നു. 3, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, നമ്മൾ ദൈവത്തിന്റെ മഹിമാധനം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരനല്ല, നമ്മൾ കർത്താവിന്റെ മഹിമാധനമാണ്. എത്ര ശ്രേഷ്ഠമായ കാര്യമാണിത്! അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യത്തിൽ എന്നോടുകൂടെ ഇരുത്തുമെന്ന്. ഈ വിലയേറിയ രക്തം തന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ഈ രക്തത്തിന് പകരം വെക്കാൻ ഒറ്റ വിലയില്ല. യേശുവിന് പകരം വെക്കാൻ ഒരാളില്ല ഈ ഉലകത്തിൽ. ഞാൻ ഇന്ന് രാത്രി തുള്ളിച്ചാടി ആരാധിക്കുകയാ. കാരണം ഈ യേശുവിനെ കണ്ടെത്തുവാൻ ദൈവന് കൃപ നൽകിയല്ലോ, എന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്നെ വിളിച്ചല്ലോ. എത്ര ശ്രേഷ്ഠമായ അനുഭവം കർത്താവേ! ഇന്ന് രാത്രി അവൻ ഹല്ലേലൂയ നമ്മളെ അവന്റെ ധനമായിട്ട് കാണുകയാണ്. ദൈവജനം അറിയണം, ഇന്ന് നാം ദൈവമക്കളാണെങ്കിൽ ഇന്ന് നാം ദൈവമക്കളാണെന്ന് ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്പോൾ നാം ദൈവമക്കളാകുന്നുവെങ്കിലും ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പരിഹസിക്കുന്നത് സഹോദരി, അതുകൊണ്ടാണ് നിന്നെ നിന്ദിക്കുന്നത്, അതുകൊണ്ടാണ് നിന്നെ വേദനിപ്പിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ആ കർത്താവിന്റെ വരവെങ്കിൽ താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്ത് ഉറങ്ങി വരുമ്പോൾ നീ തേജസ്കരണം പ്രാപിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും നീ ആരാണെന്ന്. ഇന്ന് രാത്രി അല്ലേ നീ മൗനമായിരുന്നാൽ മതി, എന്നാൽ നിനക്കൊരു ദിവസം വരുന്നുണ്ട്, നീ ആരാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്.
നീ ആരാണെന്ന് വെളിപ്പെടുന്ന, ദൈവത്തിന്റെ ധനമാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നാം യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. എങ്ങനെ അഴിച്ചത്? ക്രൂശിലൂടെ, തന്റെ മരണത്തിലൂടെ. കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ, 2-ാം അധ്യായം അല്ലേ? കൊലോസ്യർ 2-ാം അധ്യായം അല്ലേ? 1-ാം അധ്യായമാണ്. 1-ന്റെ 14 വായിച്ചു. അവനിൽ നമുക്ക് വാക്കുവാദം എന്ന വീണ്ടെടുപ്പുണ്ട്. അല്ല, 2-ന്റെ 14 വായിച്ചു. 2-ന്റെ 14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച സത്യങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ വെച്ച് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കെതിരെ വലിയൊരു പാപത്തിന്റെ ലിസ്റ്റ് പിശാചിന്റെ ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ലിസ്റ്റ് കൊണ്ട് കാണിക്കും, നീ ചെയ്ത പാപങ്ങളാ, നിനക്ക് ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല, നിന്നെ ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല. കാരണം നിന്റെ പാപത്തിന് ലിസ്റ്റുമായിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ആ ലിസ്റ്റെല്ലാം മേടിച്ചിട്ട് ക്രൂശിൽ വെച്ച് ആ ക്രൂശിലേക്ക് തറച്ചിട്ട് ആ പാപത്തിന്റെ ലിസ്റ്റ് മുഴുവനും കർത്താവ് നീക്കിക്കളഞ്ഞിട്ട് പിശാചിന്റെ പേർ ജയോത്സവം കൊണ്ടാടി എന്ന് കൊടുത്തിരിക്കുന്നത്. ആമേൻ. ക്രൂശിൽ വെച്ചാണ് നമുക്ക് വിജയം നൽകിയെന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ആ ക്രൂശിന്റെ വചനം ഇന്ന് രാത്രി ഉയർത്തണം. ആ ക്രൂശിലൂടെ വെളിപ്പെട്ട യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മൺകൂടാരങ്ങൾ വ്യാപരിക്കണം. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പാപത്തെ ഇന്ന് രാത്രി, പിശാചിനെ ഇന്ന് രാത്രി നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തിലൂടെ, യേശുവിന്റെ ക്രൂശ് യാഗത്തിലൂടെ, ഹല്ലേലൂയ, വചനത്തിന്റെ വിടുതലിലൂടെ, അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, ഹല്ലേലൂയ, പാപത്തിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ യേശു അഴിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധയോടെ നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. എന്തുകൊണ്ട് നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം? 4 പോയിന്റിലൂടെ പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. 4-മത്തെ കാര്യം, ഈ ലോകത്തിലേക്ക് യേശു ഇറങ്ങി വന്നത് സത്യം ലോകത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. മാതൃകയുള്ള ജീവിതം എങ്ങനെ നയിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. വിശ്വാസത്തിൽ സമർത്ഥമായ ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. മരിച്ച ഉയർപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ന്യായവിധിയെ മാറ്റിയിട്ട് ലോകത്തെ ന്യായം വിധിക്കുവാനാണ്. ഈ യേശു വേഗം വരുവാൻ പോകും. ഒരിക്കൽ കർത്താവായ യേശു വന്നത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു, പാപത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇനി യേശു വരുന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാനല്ല, നമ്മെ ചേർക്കുവാനാണ് വരുന്നത്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരാൻ പോവുകയാണ്. ആ ഇറങ്ങി വരുന്ന മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകമാൻ നടക്കുന്നത്. ഹല്ലേലൂയ. പാകിസ്ഥാൻ നടക്കുന്ന യുദ്ധങ്ങൾ, ഇറാനിൽ നടക്കുന്ന യുദ്ധങ്ങൾ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം കാണിക്കുന്നത് യേശുവിന്റെ വരവിനെയാണ്. ലോകം ഒരു അനിശ്ചിതത്തിലേക്ക് കടന്നു പോവുകയാണ്. സഹോദര, ഹല്ലേലൂയ, നമുക്കിവിടെ നിൽക്കുന്ന നഗരമില്ല എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, എബ്രായർ 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതിന്റെ 2-ാം വാക്യത്തിൽ വിശ്വാസ നായകനും പൂർത്തിവെത്തുന്ന യേശുവിനെ ശ്രദ്ധയോടെ നോക്കുക. അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സിംഹാസനത്തിന്റെ വലഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുപ്പാതിരിപ്പാൻ പാപികളാൽ നിനക്ക് നേരിട്ടുള്ള ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. എന്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ വേദഭാഗത്ത് പറയുമ്പോൾ യേശു എങ്ങനെയാണ് താൻ ജീവിച്ചിരുന്ന ലോകത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ചതെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ പറയുന്നത് അപമാനം യേശു അലക്ഷ്യമാക്കിയെന്നാണ് പറയുന്നത്. എന്തിനെന്നറിയാമോ? യേശുവിന് അറിയാമായിരുന്നു, ഞാൻ ക്രൂശിൽ മരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തേറ്റ് കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകും, പിതാവിന്റെ വലഭാഗത്തിരിക്കുവാൻ കഴിയും.